ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് നോമ്പ് തുറക്ക് പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ 10 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതുപോലെ നടുഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാത്തിൻ്റെയും. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉണ്ണിയെല്ലാം നമുക്ക് മാറ്റണം. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലോട്ട് ഇതുപോലെ ഉണ്ണിയൊക്കെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ണി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അതേപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉണ്ണി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 ചെറിയ പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ കുറച്ച് തേങ്ങ, ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് തേങ്ങ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനീഗറും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വിനീഗർ ചേർക്കണമെന്നില്ല, എന്നാലും പുളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ചേർക്കുക. ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലൊരു ചമ്മന്തിയുടെ രൂപത്തിൽ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ചമ്മന്തിയിൽ ചിലർ മിൻ്റ് ഇടും, നമ്മുടെ പുതിനയുടെ ഇല, അത് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം കേട്ടോ. ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ മാറ്റി വെച്ച ഉണ്ണി ഒന്ന് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ ചമ്മന്തിയിലോട്ട് നമ്മുടെ ഉണ്ണി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോ ടീസ്പൂൺ വീതം നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ബാക്ക് വശം കവർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതേപോലെ ചെയ്താൽ മതി. വീഡിയോയിൽ കാണുന്ന പോലെ ബാക്കിയുള്ള എല്ലാ എഗ്ഗും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഓരോരുത്തരും ഓരോ മോഡലിലാണ് ഈ സ്നാക്സ് ഉണ്ടാക്കാറുള്ളത്. ചിലർ ചമ്മന്തിയിൽ ഉണ്ണി ചേർക്കാറില്ല, ചിലർ ചമ്മന്തി മാത്രം ഉണ്ണിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതും ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ എല്ലാ എഗ്ഗും ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫില്ല് ചെയ്ത് വെച്ച എഗ്ഗ് കൊടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മിശ്രിതത്തിൽ ഇതുപോലെ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനുശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം കവർ ചെയ്താൽ ഒരു തൃപ്തി ഉണ്ടാവില്ല, നമുക്ക് ഫുള്ളായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എഗ്ഗിൻ്റെ പോർഷനൊക്കെ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ 2 തവണയായിട്ട് നമ്മളിത് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ക്രിസ്പി ഉണ്ടാവുക, കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 2 തവണയായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ആദ്യത്തെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും തയ്യാറാക്കി എടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കണം, എന്നാൽ മാത്രമേ ഇത് കാണാനോ കഴിക്കാനോ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാതും ഞാൻ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഓരോ എഗ്ഗും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തീയുടെ ചൂട് കൂടിപ്പോവരുത്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ കരിഞ്ഞു പോയിട്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഓരോന്നും വേഗം വേഗമായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാരണം ഇതിനധികം വേവൊന്നുമില്ലല്ലോ, ജസ്റ്റ് ബ്രെഡ് ക്രംസ് മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ എല്ലാ എഗ്ഗും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനും കഴിക്കാനും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ല ഭംഗിയുണ്ട് ഉള്ളും കാണാൻ. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ, പച്ചയും മഞ്ഞയും വൈറ്റും ഒക്കെ ആയിട്ടുള്ള കളറായിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. ഇതുപോലെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചാൽ നല്ല കൗതുകത്തോടെ ഉണ്ടാവും കാണാൻ. അതേപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.